ഒടുവിൽ കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റിന് ശാപമോക്ഷമാകുന്നു. പരാതികൾ ഒഴിവാക്കി മത്സ്യമാർക്കറ്റിനെ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭ അധികൃതർ. മലിനജലം ഒഴുക്കിവിടാൻ കൂറ്റൻ ടാങ്ക് നിർമ്മിച്ചതോടെ ഒരു പരിധിയോളം മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി. മലിനജലത്തിൽ ഇരുന്ന് വർഷങ്ങളായി മീൻ വിൽപ്പന നടത്തിയിരുന്ന സ്ത്രീകൾക്ക് ഇനി പരാതിയില്ലാതെ ഉപജീവനം നയിക്കാം. 100ഓളം പേർക്ക് ഇരുന്ന് വിൽക്കാവുന്ന സൗകര്യങ്ങൾ അതിനായി ഒരുക്കി കഴിഞ്ഞു. കെട്ടിനിന്ന മലിനജലം റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് ഒഴുകുന്നത് തടയാൻ ഡ്രെയിനേജ് സൗകര്യം ഒരുക്കി കഴിഞ്ഞു. കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി മത്സ്യമാർക്കറ്റിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ പൂർത്തിയാക്കിയതായി ആക്ടിംഗ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി പറഞ്ഞു. നഗരസഭയ്ക്കകത്തുള്ള അതിനുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പുതിയ ജില്ലാ പ്ലാനിംഗ് ബോർഡ് 4 ലക്ഷം രൂപയുടെ മത്സ്യ മാർക്കറ്റിന് ആവശ്യമായ ഫണ്ടിന് വേണ്ടി 4.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകാരം കിട്ടിയിട്ട് എത്രയും വേഗം അതിനുള്ള എസ്റ്റിമേറ്റ് പ്രകാരം യാർഡിൻ്റെ മറ്റു കക്കൂസ് നിർമ്മാണം ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന് ടൈൽസിൻ്റെ പണി ഉൾപ്പെടെ മറ്റുള്ള പ്രവർത്തികളും കൂടെ ആരംഭിക്കാനുള്ള സാധ്യത നഗരസഭ പരിശോധിച്ച് വരുന്നുണ്ട്. നിലവിൽ മത്സ്യമാർക്കറ്റിലെ നവീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നുവരുന്നത്. മത്സ്യമാർക്കറ്റിൽ ടൈൽസ് പതിപ്പിക്കുന്നതിനും ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.